വേദപുസ്തകത്തിൽ യഹോവ എന്താണ് പറയുന്നതെന്നോ? പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനായി യേശു ഈ ലോകത്തിലേക്ക് വന്നു എന്നാണ്. നിങ്ങളുടെ ഈ വീട്ടിലുള്ള പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ യേശുവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായാലും എന്റെ കുടുംബത്തിലും ഇങ്ങനെയാണ്, എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പോരാട്ടമുണ്ട്, യാതൊരു സമാധാനവുമില്ല എന്ന് ചിന്തിച്ചേക്കാം. കർത്താവിന്റെ വചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന വചനമനുസരിച്ച് ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയുമില്ല എന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നല്ല വീട് പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ കുടുംബത്തിൽ കാണപ്പെടുന്ന പിശാചിന്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത്. അതുമാത്രമല്ല, ആ പ്രവൃത്തികൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും പൂർണ്ണമായി ഇല്ലാതാക്കാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു പിശാചിനെ കള്ളൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്നവൻ പറയുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പിശാചാണ് കാരണം എന്ന് പറയാം. പിശാച് നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തെയും കുടുംബ അനുഗ്രഹത്തെയും ശരീരാരോഗ്യത്തെയും മോഷ്ടിക്കുന്നവനാണ്. വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ മകനായ ഇയ്യോബിന്റെ മേൽ പിശാചിന്റെ ദൃഷ്ടി പതിഞ്ഞ് അവന് ദോഷം വരുത്തുന്നു. ഒറ്റ ദിവസം കൊണ്ട് അവന്റെ 10 മക്കളും മൃഗസമ്പത്തും സ്വത്തും എല്ലാം അവന് നഷ്ടപ്പെട്ടു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവന് എല്ലാം ഇരട്ടിയായി തിരികെ കൊടുത്തു. അതിനാൽ വിഷമിക്കേണ്ട. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രയേലിനോട് ഫലിക്കുകയുമില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന പിശാചിന്റെ എല്ലാ പ്രവൃത്തികളും അകറ്റി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദോഷം സംഭവിക്കാത്തവണ്ണം കാത്തുകൊള്ളും. ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം. ചേച്ചി വിട്ടേക്കടാ, അതൊന്നും കാര്യല്ല. അതെനിക്കും അറിയാടാ. എന്താ ചേച്ചി ഇതുവഴി? സന്താനം സാറിന്റെ വീട്ടിലേക്കാ. അയാളല്ല നിങ്ങളെന്ന് അപമാനിച്ചിറക്കി വിട്ടത്, എന്നിട്ട് അയാളുടെ വീട്ടിലേക്കാണോ പോകുന്നത്? നിങ്ങൾക്കറിയാവുന്ന ഒരു കഥ വീണ്ടും ഒരു തവണ നിങ്ങൾക്ക് വേണ്ടി പറയാം, ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരു സന്യാസി നദിക്കരയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പൊ വെള്ളത്തിൽ കിടന്ന ഒരു തേള് പുറത്തു വരാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. സന്യാസിക്ക് തേളിനോട് ദയ തോന്നി കൈ നീട്ടി വെള്ളത്തിന്ന് പൊക്കിയെടുത്തു. ഉടനെ തേള് കയ്യിൽ ഒരു കടി കൊടുത്തു. ആ സന്യാസി കൈ ഉടനെ കുടഞ്ഞു. ആ തേള് വീണ്ടും വെള്ളത്തിലേക്ക് വീണു. വീണ്ടും അതിനെ പൊക്കിയെടുത്തു. വീണ്ടും അത് കയ്യിൽ കടിച്ചു. ഇങ്ങനെ കുറെ പ്രാവശ്യം സംഭവിച്ചു. ഇത് കണ്ടുനിന്ന ഒരാൾ സന്യാസിയോട്, അത് കടിക്കുകയാണെന്ന് മനസ്സിലായില്ലേ, പിന്നെയും പിന്നെ എന്തിനാ അതിനെ രക്ഷിക്കുന്നത് എന്ന് ചോദിച്ചെന്ന്. അതിനാ സന്യാസി, കടിക്കുന്നത് തേളിന്റെ സ്വഭാവമാ, രക്ഷിക്കുന്നത് എന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞെന്ന്. അതുപോലെ തന്നെയാ മോനെ, അപമാനിക്കുക എന്നത് അവരുടെ സ്വഭാവം, സ്നേഹം കാണിക്കുന്നത് എന്റെ സ്വഭാവം. അപ്പൊ ഞങ്ങള് വരട്ടെ. നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നേ? ഇത് നേരത്തെ കേട്ട കഥ തന്നെയല്ലേ? കേട്ട കഥയൊക്കെ തന്നെയാടാ, പക്ഷെ അതിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. നീ എന്താ ഈ പറയുന്നേ? 2 ദിവസം മുമ്പ് എനിക്ക് ജോലി കിട്ടിയില്ലെന്നും പറഞ്ഞ് ഒരുത്തൻ എന്നെ കളിയാക്കിയിരുന്നു. 2 ദിവസം അവനെ എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ ഇന്ന്
സ്നേഹം കാണിക്കണമെന്ന് പറയാതെ പറഞ്ഞിട്ട് പോയത് നീ കണ്ടില്ലേ? ഇപ്പെങ്കിലും മനസ്സിലായല്ലോ നിനക്ക്. ഏട്ടാ, ഞാൻ എത്ര നാൾ ജീവനോടെ ഉണ്ടാവുന്ന അറിയില്ല. പേടിയാവുന്നു. ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മുടെ വീടിന്റെ ഗതി കണ്ടോ? കാശില്ലാതെ ബുദ്ധിമുട്ടുന്നു. കടം, സ്കൂൾ ഫീസ് അടയ്ക്കാൻ പോലും പറ്റുന്നില്ല. ഇതിനിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഭാരമായി. നീ ഞങ്ങൾക്ക് ഭാരമാണെന്ന് ആരടി പറഞ്ഞത്? അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, എനിക്ക് സങ്കടം വരും. അമ്മേ, കേറി വാ മോളെ. നമുക്ക് എല്ലാവർക്കും കൂടി ആത്മഹത്യ ചെയ്താലോ? ആരും ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. ഇരിക്ക് ലക്ഷ്മി. ലക്ഷ്മി എന്തിനാ ആത്മഹത്യ ചെയ്യണം? അങ്കിൾ എന്നോട് ക്ഷമിക്കണം. അങ്കിളിനെ ഞാൻ അവിടുന്ന് അപമാനിച്ച വിട്ടത്. ഞാൻ നിങ്ങളോട് കാണിച്ചത് തന്നെയല്ലേ നിങ്ങൾ എന്നോട് തിരിച്ചും കാണിച്ചത്. അത് സാരമല്ല. ചേച്ചി, എന്നെ കൊണ്ട് വയ്യ ചേച്ചി. നീ മരിക്കും മരിക്കുമെന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്ത് കണ്ടാലും പേടിയാവുക. ഉറങ്ങിയാലും പേടി, നടന്നാലും പേടി. ഉച്ച സമയത്ത് ഒറ്റയ്ക്കാവുമ്പോഴും പേടിയാവുന്നു. ഒരു ജീവശവമായി പോയി ഞാൻ എന്തിനു വേണ്ടി ജീവിക്കണം? അതുകൊണ്ടാ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞത്. ആന്റി, വീട്ടിൽ ഭയങ്കര കഷ്ടം ആന്റി. എനിക്ക് സ്കൂൾ ഫീസ് കെട്ടാനില്ലെന്ന് പറഞ്ഞ് അമ്മ കരയുക. ഞാൻ വേണമെങ്കിൽ സ്കൂളിൽ പോകാതെ ഇരിക്കാം. അമ്മയോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറയാൻ എനിക്ക് എൻ്റെ അമ്മയെ വേണം. ചേച്ചി, എന്റെ ഭാര്യയ്ക്ക് എങ്ങനെങ്കിലും ഒന്ന് ശരിയായ മതിയായിരുന്നു. തീർച്ചയായും എല്ലാം ശരിയാകും. ശരി ചേച്ചി. പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ പള്ളിയിലേക്ക് വരണോ ചേച്ചി? എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അങ്ങനെയാ എല്ലാവരും പറഞ്ഞത്. അങ്ങനെയൊന്നും ഒരു നിർബന്ധമില്ല. യേശു സൗജന്യമായി സ്വാതന്ത്ര്യം നൽകും. ഞാൻ നിങ്ങളോട് ചില വചനങ്ങൾ പറയാം, ശ്രദ്ധിക്കണേ. ഞാൻ മതം മാറ്റാനല്ല വന്നത്, കേട്ടല്ലോ. പിശാച് എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഒരു കുടുംബത്തിന്റെ അനുഗ്രഹത്തെയും സുഖത്തെയും സമ്പത്തിനെയും സമാധാനത്തെയും സന്തോഷത്തെയും മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് വരുന്നതെന്ന് വേദപുസ്തകം പറയുന്നു. അതുമാത്രമല്ല, മനുഷ്യരുടെ ഉള്ളിൽ മരണഭയത്തെയും കൊണ്ടുവരുമെന്ന്. ഇപ്പോ നിങ്ങളുടെ വീടിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക്. വീട്ടിനുള്ളിൽ സമാധാനമില്ല, വരുമാനമില്ല, സന്തോഷമില്ല. ഇവയെല്ലാം പിശാച് നശിപ്പിച്ചു. നിങ്ങളുടെ ഭാര്യയുടെ മനസ്സിൽ മരണഭയത്തെയും കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഭാര്യയാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ സത്യം എന്താണെന്ന് അറിയണ്ടേ? നിങ്ങളുടെ വീട് തന്നെ ബാധിക്കപ്പെട്ടിരിക്കുക. ബൈബിളിൽ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാ, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ യേശു ഈ ലോകത്തിലേക്ക് വന്നു എന്നാണ്. നിങ്ങളുടെ ഈ വീട്ടിലുള്ള പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ യേശുവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതിനുവേണ്ടി ഞാൻ എന്താ തരേണ്ടത്? എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, തരികയും വേണ്ട. യേശു വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടിയാണ് അവൻ കുരിശിൽ രക്തം ചൊരിഞ്ഞ് ജീവത്യാഗം ചെയ്തിരിക്കുന്നത്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്തിലൂടെ നശിപ്പിച്ച് മരണഭയം കാരണം ബാധിക്കപ്പെട്ട ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും നൽകിക്കഴിഞ്ഞു. ചേച്ചി, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? വിശ്വസിക്കണം. യേശുവിന് മാത്രമേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ കഴിയൂ എന്ന് വിശ്വസിക്കണം. അവൻ ആ കുരിശിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹൃദയത്തിൽ വിശ്വസിക്കണം, വായ തുറന്നത് പറയണം. നിങ്ങളുടെ ശരീരത്തിലുള്ള പിശാചിന്റെ പ്രവൃത്തികൾ മാത്രമല്ല, നിങ്ങളുടെ ഈ വീട്ടിലുള്ള ദാരിദ്ര്യം, സാമ്പത്തിക ബുദ്ധിമുട്ട്, അസുഖം, ഇതെല്ലാം തന്നെ മാറും. ശാശ്വതമായ സന്തോഷം കിട്ടും, അനുഗ്രഹവും ഉണ്ടാവും.
യേശുവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പിശാചിന്റെ പിടിയിൽ അകപ്പെട്ട എല്ലാവരെയും സൗഖ്യമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്കും യേശു സ്വാതന്ത്ര്യം നൽകില്ലേ? തീർച്ചയായും അവനത് തരും. മുട്ടുകുത്തി നിൽക്ക്, നമുക്ക് ശരി പ്രാർത്ഥിക്കാം. ചേച്ചി. എന്താ അമ്മേ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും അവര് നമ്മളെ ഒന്ന് വിളിച്ചതുപോലും ഇല്ലല്ലോ. നമ്മുടെ ജോലി പ്രാർത്ഥിക്കുന്നതാ മോളെ. കർത്താവിന്റെ ജോലി അത്ഭുതം ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചു, കർത്താവ് അത്ഭുതം ചെയ്തു. ഇനി അവര് നന്നായി ജീവിക്കും. അത് മതി നമുക്ക്. ഉം. എന്തിനാ ലക്ഷ്മി ഇതൊക്കെ? ഇത് വാങ്ങിക്ക് ചേച്ചി. താങ്ക്സ് ലക്ഷ്മി. ചേച്ചി, ഇപ്പോഴാ സന്തോഷായത്. ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അത് ഞാനല്ല മാറ്റിയത്, യേശുവാ മാറ്റിയത്. ചേച്ചി, ഇപ്പോഴാ ഞങ്ങൾക്ക് സമാധാനമായത്. എന്റെ ജോലി അനുഗ്രഹിക്കപ്പെട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. വളരെ നന്ദി ചേച്ചി. നന്ദി നിങ്ങൾ കർത്താവിനോടാ പറയണ്ടേ. ചേച്ചി, മുടങ്ങാതെ ഞങ്ങൾക്കായി കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണേ ചേച്ചി. നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങൾക്കായി എന്നും പ്രാർത്ഥിക്കും. അതെന്റെ കടമയാ. ശരി, ശരി. ഞങ്ങൾ വരട്ടെ. ശരി പോട്ടെ ചേച്ചി. ചേച്ചി. പിന്നെ കാണാം. വാ മോളെ. ബൈ ബൈ. പ്രിയമുള്ളവരെ, ജ്യോതി ചേച്ചി നാടകത്തിൽ ഒരു കുടുംബത്തിന് പിശാചിന്റെ പിടിയിൽ നിന്ന് ദൈവം സ്വാതന്ത്ര്യം നൽകിയത് നമ്മൾ കണ്ടില്ലേ? അസൂയാലുക്കളായ ജനങ്ങൾ നമുക്കെതിരായി പ്രവർത്തിച്ച് മന്ത്രവാദവും കൂടോത്രവും ഒക്കെ ചെയ്ത് നമ്മുടെ കുടുംബ അനുഗ്രഹത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കും. എന്നാൽ ദൈവത്തിന്റെ മക്കളായ നമ്മുടെ ജീവിതത്തിൽ പിശാചിനങ്ങനെ യാതൊന്നും ചെയ്യാൻ പറ്റില്ല. യേശുവിന്റെ നാമത്തിൽ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അവയെല്ലാം നമ്മെ വിട്ടകന്നു പോകും. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനായും നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന പിശാചിന്റെ പ്രവൃത്തികൾ നശിക്കാനും വേണ്ടി സഹോദരി ചെല്ലാറാണി അപ്പാദുരെ അവറുകൾ ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക, പ്രാർത്ഥിക്കുക. ദൈവം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതാണ്. യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. നല്ല വീടെന്ന ഈ പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കർത്താവ് ഇന്ന് നിങ്ങളോടൊപ്പം ചേർന്ന് അവന്റെ വചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു അവസരം തന്നതിനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. പ്രിയമുള്ളവരെ, ഈ കാലത്ത് ശുശ്രൂഷാ പാതയിൽ പ്രാർത്ഥിക്കാനായി വരുന്നവരിൽ ചിലർ പറയുന്ന ഒരു കാര്യം, എന്റെ ഉള്ളിൽ ഒരു ഭയം കാണപ്പെടുന്നു, ആശയക്കുഴപ്പമുണ്ട്. അതുമാത്രമല്ല, എന്തിന് ജീവിക്കണം, ഈ ജീവിതം എന്തിന്, ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത എന്റെ ഉള്ളിൽ വരുന്നു. അതുപോലെ തന്നെ എന്റെ കുടുംബത്തിൽ ഒരാൾക്ക് അസുഖം മാറുമ്പോൾ മറ്റൊരാൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരനുഗ്രഹം കാണാൻ പറ്റുന്നില്ല, ഒരു മനസ്സമാധാനമില്ല. അതുമാത്രമല്ല, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കുന്നവർ, കർത്താവിനെ അറിയാവുന്നവർ പോലും പറയുന്നു, ഈ കാലത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ണുകൾ അടച്ച് കർത്താവിന് മുൻപാകെ കാത്തിരിക്കുമ്പോൾ കൺമുന്നിൽ അനാവശ്യമായ കാര്യങ്ങൾ, ഭയപ്പെടുത്തുന്ന കാര്യങ്ങളും സംഭവങ്ങളുമൊക്കെ മിന്നിമറയുന്നത് പോലെയുള്ള ദൃശ്യം വരുന്നു. ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, കർത്താവിൽ ശക്തി പ്രാപിക്കാൻ കഴിയുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. ഇതിനായി കർത്താവിന്റെ വചനം നമ്മളോട് പറയുന്നു. എഫേസ്യർ 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്ന് പറയുന്നു. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നു, പോരാട്ടമുണ്ട്. ലോകാധിപതിയായ പിശാച് കർത്താവിന്റെ തിരിച്ചുവരവിന് ഇനി കുറച്ചു കാലം കൂടിയേ ഉള്ളൂ എന്നറിഞ്ഞ ഉടനെ
കർത്താവിന്റെ മക്കൾക്കെതിരായിട്ടും അതുപോലെ അക്രിസ്ത്യാനികൾക്കെതിരായിട്ടും പോരാട്ടം ഉണ്ടാക്കുന്ന ഒരു മോശമായ കാലമായിട്ടാണ് ഇത് കാണുന്നത്. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ ഇന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായാലും ഇന്ന് എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പോരാട്ടമുണ്ട്, എന്റെ കുടുംബത്തിൽ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയാണ് എന്ന് ചിന്തിച്ചേക്കാം. കർത്താവിന്റെ വചനം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ, യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകിച്ചിരുന്നു എന്ന്. അതിനാൽ യേശു നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചു എന്ന് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ കർത്താവ് നമ്മോട് കൂടെ തന്നെ ഉണ്ട്. സ്വാതന്ത്ര്യം നൽകുന്ന കർത്താവ്. പിശാചിന്റെ പോരാട്ടമുണ്ടെന്ന് പറഞ്ഞേക്കാം, എന്നാൽ പിശാചിന്റെ പിടിയിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്ന കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന്. ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളതൊക്കെ അറിയാം, എന്നാൽ സ്വാതന്ത്ര്യം നേടാൻ പറ്റുന്നില്ലല്ലോ. ആരെങ്കിലും ഒരാൾക്ക് അസുഖം ബാധിച്ചുകൊണ്ടേയിരിക്കുന്നല്ലോ, അല്ലെങ്കിൽ അനുഗ്രഹത്തിന് തടസ്സമാകുന്നുണ്ട്, സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ട്, ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ബിസിനസ്സിനെതിരായിട്ട് എത്രയോ ആൾക്കാർ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മന്ത്രവാദം നടത്തുന്നു, കൂടോത്രം ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട്. നീ മരിച്ചേക്ക് എന്ന് ആരോ എന്നോട് പറയുന്നത് പോലെ കേൾക്കുന്നു. എന്റെ ചെവിയിൽ ആരോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പോലെ തോന്നുന്നു. എന്നെ എപ്പോഴും ആ ഒരു ശബ്ദം ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത്തരം ഒരു പോരാട്ടത്തോടുകൂടി ഇന്ന് ഈ പരിപാടി കാണുകയായിരിക്കാം. എനിക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ പറ്റുന്നില്ലല്ലോ. കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്നുള്ളതൊക്കെ എനിക്ക് അറിയാം, എന്നാൽ അതിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ലല്ലോ. എനിക്കൊരു വഴി തുറന്നു കിട്ടുന്നില്ലല്ലോ. ഇനിയും എന്റെ ഭയം മാറിയിട്ടില്ല. എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. എന്റെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ശബ്ദം മാറുന്നേയില്ല. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഇന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ച ആ എഫേസ്യർ 6-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം പറയുന്നു, വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ എന്ന് വചനം പറയുന്നു. അപ്പോൾ കൂടെ ഉള്ള യേശു സ്വാതന്ത്ര്യം നൽകും എന്നുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ കാണപ്പെടണം. യേശുവാണ് സ്വാതന്ത്ര്യം നൽകുന്നവൻ. നമ്മുടെ പാപങ്ങളെയും ശാപങ്ങളെയും വ്യാധികളെയും എല്ലാം ക്രൂശിൽ ചുമന്നവനാണ് അവൻ. നമ്മോടുകൂടെയുള്ള ആ കർത്താവ് ജയം നൽകുന്നവനാണ്, സ്വാതന്ത്ര്യം നൽകുന്നവനാണ്. മറ്റൊരു വചനം കൂടി നമുക്ക് നോക്കാം. ലൂക്കോസ് 8-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ കർത്താവ് വരികയാണ്. അവന് മുൻപാകെ അപ്പോൾ ഒരു മനുഷ്യൻ, പിശാചു പിടിച്ചവൻ, വസ്ത്രം ധരിക്കാത്തവൻ, അതുമാത്രമല്ല വീട്ടിൽ താമസിക്കാൻ പോലും പറ്റാതെ കല്ലറയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ വരുന്നു. അപ്പോൾ അവനോട് കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ പേരെന്ത്? കാരണം അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നു എന്ന് പറയുന്നു. അവൻ പറയുന്നു, എന്റെ പേര് ലെഗ്യോൻ എന്നാണെന്ന്. അപ്പോൾ ആ മനുഷ്യൻ യേശുവിന് മുൻപാകെ വരുന്നു, സ്വാതന്ത്ര്യം നേടുന്നു. ബൈബിൾ പറയുന്നു, ലൂക്കോസ് 8-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാക്കാം. അവൻ സ്വാതന്ത്ര്യം നേടിയത് കണ്ട് അനേകം പേർ അതിശയിച്ചു പോയി എന്ന് മാത്രമല്ല, യേശുവിനെ കുറിച്ച് ഒരു ഭയവും ഉണ്ടാകുന്നു. അങ്ങനെ എത്രയോ പിശാചുകൾ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ലെഗ്യോൻ എന്ന മനുഷ്യന് കർത്താവ് സ്വാതന്ത്ര്യം നൽകി. ആ കർത്താവ് നിങ്ങൾക്ക് തീർച്ചയായും സ്വാതന്ത്ര്യം നൽകും. യേശുവിന് സാധ്യമാണ്. യേശു എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നവനാണ്. യേശു എന്നെ പിശാചിന്റെ പിടിയിൽ നിന്ന് തീർച്ചയായും എന്നെയും കുടുംബത്തെയും രക്ഷിക്കും. എന്റെ ചെവിയിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു, അത് കേൾക്കാത്ത വിധം കർത്താവിന്റെ വാക്കുകൾ മാത്രം എന്നും കേൾക്കാനുള്ള ഒരു കൃപയും ശക്തിയും കർത്താവ് എനിക്ക് തരും. അടുത്ത വചനം നോക്കൂ. ബധിരനായിരുന്ന ആളും ഊമയും സൗഖ്യമായി എന്ന് നാം വായിക്കുന്നു. അപ്പോൾ കർത്താവിന് മുൻപാകെ ബധിരരും അതുപോലെ ഊമയുമായിട്ടുള്ള അനേകം പേർ വരുന്നുണ്ട്. അവർ മോചനം നേടുന്നുമുണ്ട്. അവർക്ക് ചെവി കേൾക്കുന്നു, അതുപോലെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടുന്നു. കാണാൻ അനുവദിക്കാതെയും ചെവി കേൾക്കാൻ ഇടയാക്കാതെയും ഇരിക്കുന്ന പിശാചുകളെ ശാസിച്ച് അവയുടെ ബന്ധനത്തിൽ നിന്നും കർത്താവ് മോചനം നൽകുന്നു. കർത്താവ്, ഈ ലോകത്തിലേക്ക് വന്ന കർത്താവ് ഇന്ന് നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം ഇങ്ങനെയൊരു പോരാട്ടം നമുക്കുണ്ടല്ലോ, ഇതിനൊരു അവസാനമില്ലേ, ഇതിൽ നിന്ന് സ്വാതന്ത്ര്യമില്ലേ എന്നുള്ള ഒരു ആശങ്കയോടുകൂടി നിങ്ങൾ ഇന്നീ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. പ്രിയമുള്ളവരെ, യേശുവിന് അതിന് കഴിയും. സ്വാതന്ത്ര്യം നൽകുന്നത് യേശു മാത്രമാണ്. നിങ്ങൾ എവിടെ പോയാലും അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും, ഇങ്ങനെ ചെയ്തു നോക്കൂ, അങ്ങനെ ചെയ്തു നോക്കൂ, എന്തൊക്കെ പറഞ്ഞാലും സ്വാതന്ത്ര്യം കിട്ടില്ല. യേശുവിന് മാത്രമേ സ്വാതന്ത്ര്യം നൽകാൻ കഴിയൂ. ആ യേശുവിനെ വിശ്വസിക്കൂ. നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ, മനുഷ്യരൂപമെടുത്ത് ലോകത്തിലേക്ക് വന്ന യേശു പിശാചിന്റെ പിടിയിൽ അകപ്പെട്ട എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകി എന്നാണ് എഴുതിയിട്ടുള്ളത്. അതേ കർത്താവിന്റെ ശക്തി ഇന്നും ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. കർത്താവിന്റെ ശക്തി എന്നും മാറാത്തതാണ്. അവന് മുൻപാകെ, കർത്താവേ
അങ്ങേക്ക് ഈ പോരാട്ടത്തിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം നൽകാൻ കഴിയും. അങ്ങേക്ക് മാത്രമേ കഴിയൂ. എന്റെ ചെവി കേൾക്കാതെ എന്നെ ബധിരനാക്കിയിരിക്കുന്ന ഈ പിശാചിന്റെ പിടിയിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകണം. എന്റെ കുടുംബത്തിൽ കാണപ്പെടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകണം. അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാറുന്നതിനായി അങ്ങേക്ക് അത്ഭുതം ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ബിസിനസ്സിനെതിരായി, മക്കൾക്കെതിരായി, അവരുടെ അനുഗ്രഹത്തിനെതിരായി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, മന്ത്രവാദം ചെയ്തിട്ടുണ്ട്, കൂടോത്രം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഭയത്തോടുകൂടി ആയിരിക്കാം നിങ്ങൾ ഇന്ന് ഈ പരിപാടി കാണുന്നത്. കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. കർത്താവെ, അങ്ങേക്ക് മാത്രമേ ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകാൻ കഴിയൂ. എന്റെ മക്കളുടെ അനുഗ്രഹത്തിനെതിരായി പലരും മന്ത്രവാദം ചെയ്തിരിക്കുന്നു. ആ മന്ത്രശക്തികളെയെല്ലാം അങ്ങേക്ക് മാത്രമേ നിർമൂലമാക്കാൻ കഴിയൂ. യേശുവെ, അങ്ങേക്ക് അത് സാധ്യമാണ്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് കർത്താവിനോട് നിങ്ങൾ തുറന്നു പറയുവിൻ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന വചനം പോലെ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അവന്റെ സാക്ഷിയായി നിർത്തും. അതുമാത്രമല്ല, ദൈവവചനത്തിന് കീഴടങ്ങുകയും അതനുസരിക്കുകയും പരിശുദ്ധമായി ജീവിക്കുകയും വേണം. കർത്താവിന് മുൻപാകെ ഓരോ ദിവസവും കർത്താവിന്റെ വചനം വായിക്കണം എന്ന് മാത്രമല്ല, അത് ധ്യാനിച്ച് അതനുസരിച്ച് പെരുമാറുമ്പോൾ, അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ നാം തയ്യാറാകുമ്പോൾ, ശത്രു ദുഷ്ടൻ ഇനി നിന്റെ വഴി വരികയില്ല എന്ന വചനം പോലെ നമ്മെ ശത്രു ഒരിക്കലും തൊടാത്തവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ കാത്ത് വഴി നയിക്കുന്നതാണ്. അപ്പോൾ കർത്താവിന് മുൻപാകെ അവന്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുന്ന നമ്മൾ വചനമനുസരിച്ച് പരിശുദ്ധമാക്കുകയും കൂടി വേണം. ദൈവം നമ്മോടുകൂടി ഉണ്ടാകണം. നാം പരിശുദ്ധിയോടെ ഉള്ളപ്പോഴാണ് പരിശുദ്ധവാനായ ദൈവത്തിന് നമ്മോടൊപ്പം ഇരിക്കാൻ കഴിയൂ. ഞാൻ പരിശുദ്ധവാനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധവാന്മാരായിരിക്കണം എന്ന് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. അതിനാൽ പരിശുദ്ധിയോടെ ജീവിക്കുക, ദൈവവചനത്തിന് കീഴടങ്ങുക, അതനുസരിക്കുക, എന്നും കുടുംബ പ്രാർത്ഥന നടത്തുക, കർത്താവിന്റെ കൽപ്പനകളെയെല്ലാം അനുസരിക്കുക, അതോടൊപ്പം തന്നെ കർത്താവിന്റെ വാഗ്ദത്തങ്ങളെയെല്ലാം മുറുകെ പിടിക്കുക. വചനം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ജോലിയെയും ബിസിനസിനെയും ശുശ്രൂഷയെയും എല്ലാം കാത്തുകൊള്ളും. അതുകൊണ്ട് ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നാം നിറയ്ക്കപ്പെടുന്നതിനായി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ കുടുംബത്തെ കർത്താവ് രക്ഷിക്കുന്നതിനായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നാം എല്ലാവരും കണ്ണുകളടച്ച് യേശുവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു രാജാവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, അങ്ങേക്ക് സ്തോത്രമർപ്പിക്കുന്നു. ഈ ലോകത്തിൽ അനേകതരം പോരാട്ടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതനുസരിച്ച് കർത്താവേ, ഇന്നെല്ലാവരും ഇത്തരം പോരാട്ടങ്ങളുടെ ഇടയിലാണുള്ളത്. കുടുംബത്തിനെതിരായി പിശാച് പ്രവർത്തിക്കുന്നു, കുടുംബങ്ങൾക്കെതിരായി മന്ത്രവാദം ചെയ്യുന്നു, കുടുംബങ്ങൾക്കെതിരായി മന്ത്രവാദത്തിന്റെയും കൂടോത്രത്തിന്റെയും പ്രവൃത്തികളുണ്ട്. ഇത്തരം ദുഃഖത്തോടുകൂടി, ഇത്തരം വേദനയോടുകൂടി കർത്താവെ, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഇവരെ കർത്താവെ, ഇന്ന് പ്രാർത്ഥിക്കാനായി വന്നിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ നോക്കുന്നതിനായി ഇതാ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങേക്ക് സ്വാതന്ത്ര്യം നൽകാൻ കഴിയും കർത്താവെ. ഇപ്പോൾ എന്നോടൊപ്പം ചേർന്ന് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഇവർ ഓരോരുത്തർക്കും കർത്താവെ, അങ്ങേക്ക് മാത്രമേ സ്വാതന്ത്ര്യം നൽകാൻ സാധിക്കുകയുള്ളൂ. അങ്ങേക്ക് മാത്രമേ ഇവരെ പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കൂ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് തൊടയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യം നൽകി എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ലോർഡ്, അങ്ങേക്ക് നന്ദി യേശുവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ കർത്താവെ, അങ്ങയുടെ ശക്തി ഇവരുടെ മേൽ ഇറങ്ങുമാറാകട്ടെ. കർത്താവെ, പിശാചിന്റെ പിടിയിൽ അകപ്പെട്ട് കഷ്ടപ്പെടുന്ന ഇവരെ അങ്ങ് സ്വതന്ത്രരാക്കണമേ. ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവിന്റെ ശക്തി ഇറങ്ങി വരുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യം നൽകുന്ന അങ്ങയുടെ ശക്തി ഇറങ്ങുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കാൽവരി രക്തത്തിന്റെ ശക്തി തല മുതൽ പാദം വരെ ഇറങ്ങാനായി പ്രാർത്ഥിക്കുന്നു. അവയവങ്ങളെ ബാധിച്ചിരിക്കുന്ന പിശാചിന്റെ എല്ലാ പ്രവൃത്തികളും ഇറങ്ങുന്നതിനായി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിനായി നന്ദി. അവയവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുന്നതിനായി നന്ദി. ഭയമെല്ലാം മാറുന്നതിനും ആശയക്കുഴപ്പം മാറുന്നതിനും ദൈവശക്തി ഇറങ്ങി വരുന്നതിനായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. എല്ലാ പോരാട്ടങ്ങൾക്കും ഒരു അവസാനമുണ്ടാകട്ടെ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ നാമം ഇതാ ഈ മക്കളിലൂടെ മഹത്വപ്പെടട്ടെ. കർത്താവ് ചുമതല ഏറ്റെടുത്തതിനായി സ്തോത്രം. ഞങ്ങൾ വിനയത്തോടെ ഇതാ അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു. കർത്താവിന്റെ ശക്തി കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകൾക്ക് കുറവ് വരുത്താതെ നോക്കുക. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. കർത്താവ് സ്വാതന്ത്ര്യം നൽകിയെന്ന്
നിങ്ങളെല്ലാം സന്തോഷിക്കും വിധം കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും വഴി നയിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ട എല്ലാ നന്മകളും തിരിച്ചു ലഭിക്കുന്നതിനായി കർത്താവ് കൃപ നൽകിയതുകൊണ്ട് കർത്താവിന്റെ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, അനുഗ്രഹമാക്കി തീർക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കരുത്. ഇനിയും ഇടം കൊടുത്താൽ ഇതിനേക്കാളും മോശമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ദുഷ്ടൻ ഇനി നിങ്ങളുടെ വഴിയിലൂടെ വരികയില്ല എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കുവിൻ. തീർച്ചയായും പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയില്ല. നാളെയും മറ്റന്നാളും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി കാണുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.